ഇനി വ്രതാനുഷ്ഠാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ആത്മശുദ്ധീകരണത്തിന്റെയും 30 നാളുകൾ. പൊന്നാനിയിൽ മാസപ്പിറ ദൃശ്യമായതോടെ കേരളത്തിൽ വിശുദ്ധ റമദാൻ മാസത്തിന് ഇന്ന് ആരംഭം. അതേസമയം മാസപ്പിറ ദൃശ്യമായതിനാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെ റമദാൻ വ്രതം തുടങ്ങി. ഓരോ വീടും വിശ്വാസികളുടെ മനസ്സും ഇനി ഖുർആൻ പാരായണത്തിന്റെ പ്രാർത്ഥനയുടെ വിശുദ്ധിയാൽ നിറയും. പകൽ സമയങ്ങളിൽ നോമ്പെടുത്തും ദാനധർമാദികൾ ചെയ്തും ആരാധന കാര്യങ്ങൾ നിർവഹിച്ച് മനസ്സ് ഏകാഗ്രമാക്കിയുമാണ് ഇസ്ലാം മതവിശ്വാസികൾ റമദാൻ മാസം ആചരിക്കുന്നത്. വിശ്വാസപ്രകാരം പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ കാലം. ഇസ്ലാമിക മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണ് റമദാൻ നോമ്പ്. ഖുറാനിലെ ആദ്യ സൂക്തങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചത് റമദാൻ മാസത്തിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. റമദാൻ നോമ്പിൽ വിശ്വാസികൾ സൂര്യോദയം മുതൽ അസ്തമയം വരെ ഭക്ഷണം, പാനീയങ്ങൾ, മറ്റ് വിനോദ പരിപാടികൾ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. പ്രഭാതത്തിൽ സുഹൂറിന് ശേഷം മുസ്ലിങ്ങൾ അന്നത്തെ ആദ്യ പ്രാർത്ഥന ഹജ്ജ് ആരംഭിക്കുന്നു. സൂര്യാസ്തമയ സമയത്ത് കുടുംബാംഗങ്ങൾ ഇഫ്താർ ഉപയോഗിച്ച് നോമ്പ് തുറക്കുന്നു. പരമ്പരാഗതമായി 3 ഈന്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്ന മുഹമ്മദിന്റെ സമ്പ്രദായത്തെ അനുസ്മരിക്കാൻ ഈന്തപ്പഴം കഴിച്ചാണ് നോമ്പ് തുറക്കുന്നത്. അതിനുശേഷം മഗ്രിബ് പ്രാർത്ഥന, അതിനുശേഷമാണ് പ്രധാന ഭക്ഷണം വിളമ്പുന്നത്. ആത്മനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ഉപവാസം ഓർമ്മിപ്പിക്കുന്നു. റമദാൻ നോമ്പെടുക്കുന്നതിലൂടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ചന്ദ്രപ്പിറ കാണുന്നതനുസരിച്ചാണ് റമദാൻ വ്രതാരംഭത്തിന്റെ ദിനം കണക്കുകൂട്ടുന്നത്. 9 വയസ്സ് കഴിഞ്ഞ എല്ലാവരും റമദാൻ വ്രതം അനുഷ്ഠിക്കണമെന്നാണ് വിശ്വാസം. You are watching India's first NGO television, Malanadu TV India.